ശ്രീ നരേന്ദ്രമോദി ആയതുകൊണ്ടാണ് ഈ സമരം ഇങ്ങനെയെങ്കിലും പോകുന്നത്? ഇന്ദിരാഗാന്ധി ആണെങ്കിൽ അനുവദിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2008 നീറ്റ് പരീക്ഷയുമായി അതും ശരിയാണല്ലോ. ഈ പറയുന്ന പരീക്ഷാ ചോർച്ചകൾ ഉണ്ടായപ്പോൾ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രശ്നം പരിഹരിക്കാതിരുന്നത് എന്ന് ഈ 15 വർഷക്കാലത്തിന് മുമ്പത്തേക്കുള്ള കണക്ക് പറയുകയുമാണ്. ഈ സർക്കാർ ഈ സമരക്കാരോട് ചെയ്യുന്നത് നീതിരഹിതമായ നരവേട്ടയ്ക്കപ്പുറത്ത് എന്താണ്? അത് ഒറ്റ വാക്കിൽ കൊടും ക്രൂരത എന്ന് തന്നെ ഈ സമരത്തോടുള്ള സർക്കാരിന്റെ സമീപനത്തെ ഉൾപ്പെടെ വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം രാജ്യത്തിന്റെ യുവതലമുറ, അവിടെ രാഷ്ട്രീയവും മറ്റേതെങ്കിലും തരത്തിലുള്ള ചേരിതിരിവോ വേർതിരിവോ ഒന്നുമില്ലാതെ ഒരൊറ്റ മുദ്രാവാക്യവുമായി രാജ്യത്തിന്റെ ഭാവി തലമുറ ഒന്നാകെ ശബ്ദിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിനോടൊരൽപ്പം സഹിഷ്ണുത കാണിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിന് കഴിയുന്നില്ല. ആ പ്രതിഷേധങ്ങൾ എത്രത്തോളം സമാധാനം, രാജ്യം വിവിധ തരത്തിൽ രാജ്യ തലസ്ഥാനത്ത് വ്യത്യസ്ത രീതിയിലുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. അതിപ്പോ BJP ഭരിക്കുന്ന സമയത്താണെങ്കിലും മുമ്പ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഭരിക്കുന്ന സമയത്താണെങ്കിലും വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിദ്യാർത്ഥി മുന്നേറ്റം ഉണ്ടായപ്പോൾ അതിനോട് പോലും അല്പം സഹിഷ്ണുതയോടുകൂടി പെരുമാറാൻ ഈ സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ എത്രത്തോളം മോദി ഗവൺമെന്റിനെ ഈ മൂവ്മെന്റ് അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്ക് പ്രകടമാണ്. ഇവിടെ ഈ സമരത്തിന് നേരെയും ഈ പറഞ്ഞ പാർലമെന്റ് മാർച്ച് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് നേരെയും സ്വീകരിച്ച പോലീസ് അതിക്രമത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു. ഇന്നും വെന്റിലേറ്ററിൽ ഉൾപ്പെടെ കഴിയുന്ന വിദ്യാർത്ഥിയുടെ ഗുരുതരമായ സാക്ഷി എന്ന് പറയുന്ന പെൺകുട്ടിയെ സംബന്ധിച്ചുള്ള ആരോഗ്യാവസ്ഥ ഉൾപ്പെടെ വലിയ പ്രതിസന്ധിയായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാധവ് ഉൾപ്പെടെ ഇവിടെ സൂചിപ്പിച്ച് 20ഓളം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട രക്തസാക്ഷിത്വം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇതെല്ലാം ഉയർന്നു നിൽക്കുമ്പോഴും സർക്കാരിനെ സംബന്ധിച്ച് ഇതൊന്നും ഒരു പ്രശ്നമല്ല. സമരക്കാരോ ഈ രാജ്യത്തിന്റെ വിദ്യാർത്ഥി സമൂഹമോ മുന്നോട്ട് വെക്കുന്ന, പ്രതിപക്ഷ കക്ഷികൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യത്തെയും പ്രധാനമായി ഉന്നയിക്കുന്ന ഈ പറഞ്ഞ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ കച്ചവട ചരക്കാക്കി മാറ്റിയ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്ന രീതിയിലേക്ക് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ആരാണ് ഇതിന്റെ യഥാർത്ഥ പിന്നണി ഗൂഢാലോചനക്കാർ, ഇതിന്റെ യഥാർത്ഥ പിന്നണിയിൽ നിൽക്കുന്ന ആരൊക്കെയാണ്? ഈ പറഞ്ഞ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തമല്ലേ അത്തരം പ്രതികരണങ്ങളിലൂടെ പുറത്തു വരുന്നത്? ധർമ്മേന്ദ്ര പ്രധാൻ ഇത്രയും കൃത്യമായൊരു സംരക്ഷണ കവചം നരേന്ദ്രമോദിയും സഹപ്രവർത്തകരും ഒരുക്കുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാനിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലായിരുന്നു ഈ കെടുകാര്യസ്ഥതയും ഈ ഉത്തരവാദിത്വവും. അത് കൃത്യമായി മോദി ഉൾപ്പെടെയുള്ള BJP നേതൃത്വത്തിന്റെ കൃത്യമായ അറിവോടുകൂടിയാണോ ഈ രാജ്യത്ത് ചോദ്യപേപ്പർ കച്ചവടം നടത്തിയത്? പൊതു മദ്യത്തിൽ വിൽപ്പന ചരക്കാക്കി നീറ്റ് പരീക്ഷ ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങൾ നടപ്പിലാക്കിയത് ഈ മോദി ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നലെ അർദ്ധരാത്രി വന്ന് ജാരിതായി എല്ലാം പ്രതികരിച്ചു, ഈ രാജ്യത്തോട് ഞാൻ സംവദിച്ചു എന്ന് പറയുന്ന രീതിയിലേക്ക് ഇന്നിപ്പോ കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്ന രീതിയിലേക്ക് പറഞ്ഞ ഈ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഒരു കൂട്ടം അവരുടെ കൂടെ താല്പര്യമാണോ ഈ ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ കച്ചവടത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഈ CBSE ഉൾപ്പെടെയുള്ള പരിഷ്കാരങ്ങളുടെ പിന്നിൽ കൃത്യമായി ഈ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ? ഇതൊക്കെ ഒരു സംശയമായി ഉയർത്തുമ്പോൾ ആ ചോദ്യങ്ങളോട് പോലും നീരസം പ്രകടിപ്പിക്കുന്ന രീതിയിലേക്ക് അത് ഈ പറഞ്ഞ പെല്ലറ്റുകളുടെയും നടത്തുകയാണ് BJP. രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ ഒരു പ്രതിഷേധമുണ്ടായ സംസ്ഥാനത്ത് രാഷ്ട്രീയ ലോചിക്കാനുള്ളത് മാധു അല്ല, അവിടെയാണ് ഇത്രത്തോളം പരിഹാസ്യമായി BJPയുടെ ഒരു നിലപാട്. ഇപ്പൊ ഈ ചർച്ചയിൽ ഡോക്ടർ ജയപ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയം ഉയർത്തി കാണിക്കുമ്പോൾ രാജ്യം മുഴുവൻ എന്ന് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് ഇപ്പൊ മോദി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടാവില്ല. ഈ പറഞ്ഞ ദേശീയ മാധ്യമങ്ങളിൽ BJPയുടെ പക്ഷം പിടിക്കുന്ന ഒരു മാധ്യമവും ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാകില്ല. പക്ഷേ രാജ്യത്തെ വിവിധ വിദ്യാർത്ഥികളും പൊതുസമൂഹവും രക്ഷിതാക്കളും എല്ലാം ചർച്ച ചെയ്യപ്പെടുമ്പോൾ പോലും അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ ഇത് 2008 നടന്നില്ലേ, 2010 നടന്നില്ലേ, 2014 നടന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പഴയ കഥയൊക്കെ പറഞ്ഞ് എവിടെയെങ്കിലും ഒരു പേപ്പർ ചോർന്നിട്ടുണ്ടോ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കഷ്ണം പുറത്തായിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് നടന്ന് ഇന്ന് ഈ രാജ്യത്ത് 23,33,297 വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രതിസന്ധി ഉൾപ്പെടെ ചർച്ച ചെയ്യാതെ അതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ആളുകൾ, ഈ വിദ്യാർത്ഥികളുടെ കണ്ണീരിനേക്കാൾ വലുതല്ല ധർമ്മേന്ദ്ര പ്രധാന്റെ ഈ പറഞ്ഞ മന്ത്രി കസേര എന്ന ബോധ്യമെങ്കിലും കുറഞ്ഞപക്ഷം BJPക്കാരന് വേണം. അത് ഉയർത്തി കാണിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും അത് ഉയർത്തി കാണിച്ച് വളരെ സമാധാനപരമായ പ്രതിഷേധങ്ങൾ നടത്തുമ്പോൾ അത് എങ്ങനെയാണ് BJPക്ക് എതിരാവുന്നത്? അത് ഈ രാജ്യം ഭരിക്കാൻ അറിയാത്ത ഭരണകൂടത്തിനെതിരാണ്.
അത് ഈ പറഞ്ഞ BJP നേതാക്കളും BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ KPC ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടോ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കന്മാരെ ചീത്ത പറഞ്ഞിട്ടോ അവരെ അവഹേളിച്ചിട്ടോ അല്ല അതിനോട് പ്രതിരോധം തീർക്കേണ്ടത്. ബന്ധപ്പെട്ട് വരുന്ന പ്രതിഷേധങ്ങളിൽ VD സതീശൻ എന്താണ് റോള് എന്നതടക്കമുള്ള കാര്യങ്ങൾ അറിയില്ല. പക്ഷേ ക്ലിഫ് ഹൗസിലേക്കാണ് മാർച്ച്. VD സതീശനെതിരെയാണ് മുദ്രാവാക്യം. Debate with Madhu Saji.